ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിലെ രാഹുലിന്റെ ആദ്യ ദിനം കഴിച്ചുകൂട്ടിയത് ഏകനായാണ്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിൽ രാഹുലിനെ ഒറ്റയ്ക്ക് പാർപ്പിച്ചിരിക്കുന്നത്. രാവിലെ അടൂരിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. അതിനുശേഷം വസ്ത്രവുമായി എത്തിയ ആളെ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തുതന്നെ ആയാലും ഇപ്പോൾ അവസാനം അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്ന സമയത്തും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ജയിലിൽ ഏകനായി കഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മവിശ്വാസം ഒരിക്കലും താൻ കൈവിടുന്നില്ല, തിരിച്ചു വരുമെന്നൊക്കെ ഉള്ള ഒരു ശരീരഭാഷയിലായിരുന്നു ഇത്തവണയും ജയിലിലേക്ക് പോയത്. ജയിലിനുള്ളിലെ അവസ്ഥ എന്താണ്? രാഹുൽ ഇന്ന് രാവിലെ എത്തിയ അടൂരിൽ നിന്നുള്ള സുഹൃത്തിനെ, അതായത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ ആളെ കാണാനായി വിസമ്മതിച്ചു എന്നുള്ളതാണ്. കാരണം രാവിലെ 10 മണിയോടുകൂടി ഇയാൾ എത്തിയപ്പോൾ ഇയാൾ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള അനുവാദം തേടി. പക്ഷേ ജയിലിനകത്തേക്ക് കടത്തിവിടേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് എത്തിക്കുമ്പോഴും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രതിഷേധങ്ങൾക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചീമുട്ട ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഉന്തും തള്ളിലും പെട്ട വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വാഹനം ജയിലിനകത്തേക്ക് കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. സാധാരണ പുറത്ത് ജീപ്പ് നിർത്തി ആളുകളെ നടത്തിക്കൊണ്ടാണ് അകത്തേക്ക് പോകുന്നത്. പക്ഷേ ഇത് ജയിലിന്റെ വാതിൽ തുറന്ന വാഹനം അകത്തേക്ക് ഓടിച്ചു കയറ്റേണ്ട ഒരു സ്ഥിതിയായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാവേലിക്കര ജയിലിൽ 3-ാം നമ്പർ സെല്ലിലാണ് രാഹുൽ മാങ്കൂട്ടം MLA ഉള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് നമുക്കറിയാം, വളരെ അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റ് ആയിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ ഉണ്ടായത്. പാലക്കാട്ടെ ആ AC റൂമിൽ നിന്ന് പെട്ടെന്ന് സെല്ലിനകത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നിലവിൽ ആ കാണുന്ന ഒരു ആത്മവിശ്വാസം, ആദ്യഘട്ടത്തിൽ കാണിച്ച ഒരു ആത്മവിശ്വാസം ജയിലിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ പ്രവർത്തകരെ കാണാൻ മടിച്ചതടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരമൊരു മാനസികാവസ്ഥയിലല്ല എന്ന് തന്നെ പറയാനാകും. അതിനുശേഷം, അതായത് രാവിലെ അടൂരിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ തയ്യാറായില്ല. അതിനുശേഷം വീടിനടുത്ത് നിന്നെത്തിയ സുഹൃത്തിനെ കാണാൻ അനുവദിച്ചു. അയാൾ വസ്ത്രവുമായാണ് എത്തിയത്. വസ്ത്രവുമായി എത്തി രാഹുലിന് ജയിലിനകത്ത് പോയി വസ്ത്രം കൊടുത്ത് മടങ്ങി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടും ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ സാധാരണഗതിയിൽ അവിടെ കൂട്ടത്തോടെ റിമാൻഡിലുള്ളവരെ ഒന്നിലധികം പേരെ ഒരു സെല്ലിൽ പാർപ്പിക്കാറുണ്ട്. പക്ഷേ നിലവിലത്തെ സുരക്ഷാ സാഹചര്യങ്ങളും MLA എന്നുള്ള പരിഗണനയും ഒക്കെ വെച്ചിട്ടാവണം ഒരുപക്ഷെ 3-ാം നമ്പർ സെല്ലിൽ ഒറ്റയ്ക്കാണ് രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്നത്. കാരണം മറ്റു വലിയ പ്രതിഷേധങ്ങൾ രാഹുലുമായി ഇന്നലെ കടന്നു വന്ന ഘട്ടത്തിൽ തന്നെ പരിസര പ്രദേശങ്ങൾ, ജയിലുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3-ാം നമ്പർ സെല്ലിൽ ഒറ്റയ്ക്കാണ് രാഹുൽ ഉള്ളത്. ഇന്നലെ വൈകിട്ട് ഭക്ഷണം കഴിച്ചു, രാവിലെയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. മറ്റ് അസ്വാരസ്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ജയിലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ശാന്തനായി അവിടെ തുടരുന്നു എന്നുള്ളതാണ് ജയിൽ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരണ്യ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ നീക്കം അത് അപ്രതീക്ഷിതമായിരുന്നു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. ശബരിമലയിലേക്കൊക്കെ പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അറസ്റ്റ് ഉണ്ടായത്. അത്തരത്തിൽ മാനസികമായി തയ്യാറെടുക്കാൻ ഒരു സമയം അയാൾക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷാദം ജയിലിനുള്ളിൽ ഉണ്ടാകും. എത്ര ആത്മവിശ്വാസം കാണിച്ചാലും ജയിലിനകത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു മാറ്റം ആർക്കാണെങ്കിലും ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജനപ്രതിനിധിയായി നിൽക്കുന്ന ആൾ, അത് അയാൾ അകപ്പെട്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ വളരെ മോശം ഒരു സാഹചര്യത്തിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അറസ്റ്റായിരുന്നു. ഒരുപക്ഷെ പാലക്കാട് AC റൂമിൽ നിന്നും ജയിലിലെ മാവേലിക്കര സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ഇത് ആരാണേലും, എത്ര പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാലും ആരെയാണേലും അത് തകർക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. അതിന് ഓരോ ഘട്ടത്തിലും തെളിവ് സഹിതം കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും
അതിജീവിതന്മാരെ ഭീഷണിപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ അയാളുടെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടേയിരുന്നു. എന്തായാലും അത്തരം ഒരു കാര്യങ്ങളിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടായത്. ഉടുവസ്ത്രത്തിൽ ഇറങ്ങി വരേണ്ട സാഹചര്യമാണ് രാഹുലിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജയിലിലും അയാളുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിച്ച് നൽകിയിട്ടുണ്ട്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ സമരങ്ങളിലോ മറ്റും പങ്കെടുത്തുകൊണ്ടല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു മാനസിക നില, പക്ഷേ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ട്. അതിനോടൊന്നും അയാൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. സെല്ലിൽ മറ്റ് അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നില്ല, അവിടെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ രാഹുലിനെ സംബന്ധിച്ച് ഇത് ഏറെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം തന്നെ ആയിരിക്കുമെന്ന് തന്നെ പറയാൻ കഴിയും. അശ്വതി. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നും പ്രതികരിച്ചത്. പാർട്ടിക്ക് പുറത്തുള്ളവരോട് എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുന്നതെന്നും സതീശൻ ചോദിച്ചു. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടും? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്ന സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.